ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB റാങ്ക് മേക്കർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2024 ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. പ്രതിമയുടെ ഉയരം 206 അടി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുവാനുള്ള പദ്ധതി സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നത്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ഡാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാ ഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി വാഗമൺ. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചി. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദി. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട
ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. രണ്ടാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫിൻലൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതൻ മലയാളിയാണ്. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് 2024 ജനുവരി 1. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ജപ്പാൻ. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം കിരിബാത്തി. പസഫിക്കിലെ ചെറുദ്വീപ് രാജ്യമാണ് കിരിബാത്തി.